സനസയുണ്ട് വിവരങ്ങൾ നൽകാനായി. സനസ, നോക്കൂ, ആ അമ്മയ്ക്ക് ഇപ്പോഴും ടെൻഷനാണ്, അവരിപ്പോഴും അസ്വസ്ഥരാണ്. ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സനസയോട് എന്താണ് പറഞ്ഞത്? അമ്മയുടെ പ്രതികരണത്തെ പറ്റി ഞാൻ കോളേജ് സൂപ്രണ്ടിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് കൂടെ ഉണ്ടായിരുന്നു, ഇന്നലെ മുതൽ കൂടെ ഉണ്ടായിരുന്ന വൈസ് ചാൻസലറുള്ള അർച്ചനയോട് ഈ വിവരങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് പെൺകുട്ടിയുടെ അവസ്ഥ കടന്നു പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അമ്മയുടെ പ്രതികരണം ഇവിടെ വിലപ്പെട്ടതാണ്. കാരണം കുട്ടിയെ കണ്ട അമ്മ പറയുന്നത് മരവിച്ച അവസ്ഥയിലാണ്, കാലടക്കം തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് കുട്ടിയുള്ളത്. കുട്ടിക്ക് വേണ്ട തൃപ്തികരമായ ചികിത്സ ലഭിക്കുന്നില്ല എന്നടക്കം അമ്മ ഇവിടെ ആരോപിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അമ്മ പറയുന്നത് ഒരു പട്ടിയെ കിടത്തും പോലെയാണ് എന്റെ മകളെ അവിടെ കിടത്തിയിരിക്കുന്നത്, വേണ്ട ചികിത്സ നൽകുന്നില്ല. കാരണം ഇതിലേക്ക് എത്തുന്ന ആരോപണങ്ങൾ തന്നെയാണ് ഈ ഒരു കുട്ടിക്ക് വേണ്ട ഈ ചികിത്സ ലഭ്യമായിട്ടില്ല എന്നതിലേക്ക് എത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ മുതലേ നടന്നിട്ടുള്ളത്. കാരണം റെയിൽവേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് പറയുന്നു. പക്ഷേ ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കുന്നു, കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്, അതിഗുരുതരമായി തന്നെ ക്ഷതമേറ്റിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. അതിനിടയിലാണ് അമ്മയുടെ പ്രതികരണം വരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഒരു വ്യക്തത എത്തുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ അമ്മ അടക്കം പറയുന്നത്. അതിൽ എന്ത് പറയുമെന്ന ഒരു ഭീതിയിലാണ് അമ്മ തുടരുന്നത്. കാരണം വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ തന്നെ ഈ റെയിൽവേ ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ ഈ കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങൾ, നിലവിൽ കുട്ടി വെന്റിലേറ്ററിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടിക്ക് തലയ്ക്ക് ഗുരുതരമായി ക്ഷതമേറ്റിട്ടുണ്ട്. അതിന്റെ ചികിത്സ തന്നെയാണ് തുടർന്നും നൽകുന്നത്. മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നുണ്ടോ എന്നതിൽ ഇപ്പോൾ നിലവിൽ ഒരു മറുപടി തരാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്കും കഴിയാത്ത അവസ്ഥയാണ്. ഇന്നലെ അടക്കം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയവരാണ് ഇന്ന് കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ കഴിയാതിരിക്കുന്നത്. കുട്ടിക്ക് തൃപ്തികരമായ രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നില്ല എന്ന് അമ്മയും വളരെ ശക്തമായി തന്നെ ആരോപിക്കുന്നുണ്ട്. വൈകുന്നേരത്തോടു കൂടി വ്യക്തത വരുത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് ഉണ്ടാവുക കുട്ടിയുടെ ആരോഗ്യ നിലയിൽ എന്നതിൽ അമ്മയടക്കം പേടിക്കുന്നുണ്ട്. കാരണം കുട്ടിയുടെ നില കണ്ട അവർ പറയുന്നത് അത്രയും പേടിപ്പെടുത്തുന്ന രീതിയിലാണ് കുട്ടിയുള്ളത്. മരവിവസ്ഥയിലാണ്, കാലടക്കം തൊടുമ്പോൾ തണുത്തുറഞ്ഞതുപോലെയാണുള്ളത്. വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് കുട്ടിയുടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിൽ തുടരുന്ന ഒരാളെ ഇന്നലെ രാത്രി നൽകിയ പ്രതികരണത്തിൽ വെന്റിലേറ്ററിലല്ല, അതിഗുരുതരമായ അവസ്ഥയിലല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തോ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ റെയിൽവേയുമായി സനസയ്ക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞോ? കാരണം ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് മികച്ച ചികിത്സ വേണം, മറ്റെവിടെങ്കിലും കൊണ്ടുപോകണമെന്നാണ് ഈ കുടുംബം ആവർത്തിച്ച് പറയുന്നത്. കാരണം അവര് തൃപ്തിയല്ല മെഡിക്കൽ കോളേജിലെ ഈ ചികിത്സയിൽ. ഈ മെഡിക്കൽ കോളേജ് അധികൃതർക്കാണെങ്കിൽ ഈ കുടുംബത്തോട് കൃത്യമായ ഒരു ഉത്തരം നൽകാനും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം പറഞ്ഞത് ബൈസ്റ്റാൻഡറിന്റെ ആരോഗ്യനിലയെ പറ്റി വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ്. കുടുംബം ആരോപിക്കുന്നത് തൃപ്തികരമായ ഒരു ചികിത്സ ലഭിക്കുന്നില്ലെന്നാണ്. കൂടാതെ തന്നെ സർക്കാരിനോടടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കുടുംബം ഒരു മികച്ച ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്നത്ര സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടണം എന്നടക്കമുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ കുട്ടിയുടെ ചികിത്സ മെഡിക്കൽ കോളേജിൽ നിന്ന് തുടർന്നു പോകുന്ന ചികിത്സ കുടുംബം തൃപ്തികരമല്ല എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അമ്മയടക്കം പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ആരോപണമുണ്ട് കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകുന്നില്ല എന്ന ആരോപണവും അമ്മയടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മടങ്ങിയെത്താം.